അതെ, കുറെ ദിവസമായിട്ട് ഞാൻ കയറി നടക്കുകയാണ്. ഈ കാശിന്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം. കാശ് തരാം. കാശ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാശ് വാങ്ങിക്കണമെങ്കിൽ അവള് പറഞ്ഞു നീ ഒന്ന് പഠിക്ക്. ഞാൻ പഠിക്കാം. നിങ്ങക്ക് തെലുങ്കാനയിൽ പോണോ? തെലുങ്ക് പറയണോ? എന്നാലല്ലേ എന്റെ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ആദ്യം എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവാങ്ക കോരു കുന്ത് ഞാനു എന്ന് ആദ്യം അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയണം. അതെന്തിന്? എടാ നിന്നോട് പറഞ്ഞല്ലേ ചെന്ന ഉടനെ നമസ്കാരം എന്നുള്ള തെലുങ്ക് വാക്കാണിത്. ഒന്ന് പറഞ്ഞേ. അത് ഞാൻ പറയാം. നമസ്കാരം അത് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ തരുവോ? ഇല്ല. അത്യാവശ്യം ആ ഭാഷ നമുക്ക് മനസ്സിലാവുന്ന അവർക്ക് തോന്നണ്ടേ? ഇങ്ങനെ പറയ്. ഗൗരവാങ്ക കോരു കുന്ത് ഞാനു എന്ന് പറയ്. പറഞ്ഞോ? ഗൗരവാങ്ക കോരു കുന്തനാനു. ഇതൊന്ന് മനസ്സിലിട്ട് പഠിക്ക്. ശരി, അടുത്തത് പറഞ്ഞോളൂ. ഇവര് നമ്മളോട് കാണിച്ചത് ശരിയാണോ? ശരിയാണോ? അതുകൊണ്ട് എന്ത് പറയണം? ഇത് വളരെ മോശമായി പോയിന്ന് നമുക്ക് അവരോട് പറയണം. ഇത് വളരെ മോശമായി പോയെന്ന് പറയണം. ഞാൻ മുഖത്ത് നോക്കി പറയണം. അത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഭയങ്കരమైన മോശം അനി തെലുന്തി എന്ന് പറയണം. അതിന് മോശമായതിനാണ് അവരെന്ത് വേണം? ഇത് നടക്കും. ഇത് പൈസ പോയത് ഇനി ഞാൻ ഒരു പ്രാവശ്യം പറയുള്ളൂ. കുറച്ച് വ്യക്തമായിട്ട് പറ. ഇത് ഭയങ്കരమైన മോശം അനി തെലുന്തി. ഇത് ഭയങ്കരమైన മോശം അത് തെലുന്തി. ഇനി നമുക്ക് പൈസ വേണ്ടേ അവരുടെ കയ്യിൽ നിന്ന്? അവരുടെ പൈസ വേണമല്ലോ. പൈസ വേണം. അപ്പൊ നമുക്ക് എനിക്ക് നഷ്ടപരിഹാരം വേണം. എനിക്ക് നഷ്ടപരിഹാരം വേണം. ഇതാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് പറയണം? നാക്കു പരിഹാരം കാവാലി. ഇനി ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അത് പറഞ്ഞോളൂ. അത് പറയണം. അപ്പൊ നിങ്ങളോ? നീ ഇങ്ങനെ വിരട്ടുന്നതല്ലേ അവരെ? മരിക്കുന്നില്ലല്ലോ, നമ്മൾ അവരെ വിരട്ടാനല്ലേ പോകുന്നത്. എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ മാത്രം മരിക്കുന്നു, നിങ്ങൾ തിരിച്ചു പോരുന്നു എന്നാണ്. എന്റെ കാശ് ഇട്ടാ നിന്നെ ഞാൻ അങ്ങനെ കൊല്ലുവോ? കുന്തേ ഇക്കടെ പടിച്ചി പോത്താനു. ഒന്നുകൂടെ പറയാം. ഏത് കടയെന്ന് പറഞ്ഞേ? ലേക്കുന്തേ ഇക്കടെ പടിച്ചി പോത്താനു. ലേക്കുന്തേ ഇക്കടെ പഠിച്ചി പോത്താനു. ഇത് കാണാതെ ഇത്ര 1 2 3 4 വാക്കുകൾ ഇതൊന്ന് പഠിക്കുന്നു. ഞാൻ പഠിച്ചോളാം. എന്റെ ദൈവം, ഇവരുടെ മുമ്പിൽ കിടന്നാണ്. അയ്യോ നമസ്കാരം. അതെന്താ പരിപാടി? അല്ല, ഞങ്ങള് ഹൈദരാബാദ് വരെ പോകുന്നുണ്ട്. അതിന്റെ ഒരു അയ്യോ അവിടെ നിക്ക്. ചേച്ചി എന്തൊരാഗ്രഹമായിരുന്നു അറിയോ? ചേച്ചീനെ ഒന്ന് കാണണം, ഒന്ന് തൊടണമെന്നൊക്കെ ഉള്ളത്. ഒന്ന് ക്ഷയിക്കാൻ വന്നോട്ടെ ചേച്ചി. അയ്യോ അയ്യോ നമസ്കാരം. അയ്യോ ഇവരിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ കൂറ ഡ്രസ് ഇട്ട് വരല്ലേ എന്നെ പോലെ ഒന്ന് അടിച്ചു പൊളിച്ച് വരാനായിട്ട്. ഇതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നുമില്ല. ഞാൻ മോഡേണല്ല പോലും. അവള് മോഡേൺ. ഇതേ ഈട്ട സാറേ ഇവിടെ അനിയത്തിയുടെ ഡ്രസ് ഇട്ടുണ്ട് വന്ന് ഞെളിഞ്ഞ് നിന്നിട്ട് മോഡേണാന്ന് പറയാണ്. അവിടെ അനിയത്തിയുടെ ഡ്രസ്സാണിത്. ചുമ്മാ ഞാൻ എന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എടി ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണമെന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കലാകാരനാണല്ലോ. നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. പിന്നെ എന്റെ ഒരു കൃതി ഞാൻ സാറിന് അയച്ചു തന്നിരുന്നു വായിക്കാനായിട്ട്. വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞായിരുന്നു. കൃതിയോ? സദാനന്ദന്റെ തിരഞ്ഞെടുത്ത കൃതികൾ. സദാനന്ദൻ എന്നാണ് എന്റെ പേര്. അത് ഫുൾ പറയേ. അതെ അത് ഞാനാണ്. ശരി, ഞാനത് കുറച്ച് വായിച്ചിട്ടുണ്ട്. ബുക്കിന്റെ അടിയിൽ ഞാൻ പ്രത്യേകം എഴുതിയിരുന്നു അഭിപ്രായം അറിയിക്കണേന്ന്. അല്ല, അഭിപ്രായം നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഞാൻ നോക്കി കാര്യം പറയട്ടെ. പറയണല്ലോ. അതിനകത്തുള്ള പല കാര്യങ്ങളും ഞാൻ വേറെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. പലരും എഴുതിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് എടുത്ത് കോപ്പി ചെയ്ത് പകർത്തിയിട്ടുള്ളൂ. അതല്ലേ? അതാണ് എനിക്ക് തോന്നിയത്. അത് തോന്നിയതല്ല, അങ്ങനെയാണ് അതിന്റെ സത്യം. ആ ബുക്കിന്റെ ഫ്രണ്ടിൽ ഞാൻ എഴുതിയതും അത് തന്നെയാണ്. എന്റെ തിരഞ്ഞെടുത്ത കൃതികൾ. പല കൃതികളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ട്രെയിന് പോകും. ഇപ്പൊ പിടിക്കപ്പെട്ടാൽ ഞാൻ ഇങ്ങനെ തടി വരും. അതിനുവേണ്ടി അങ്ങനെ ഇട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ഷമിക്കണം സാറേ. ഞങ്ങള് നേരെ ഹൈദരാബാദിന് പോവുകയാണ്. 1-2 വിഷയങ്ങളുണ്ട് സാറേ. എന്ത് വിഷയം? ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളാണ്. ഷോർട്ട് ഫിലിമാ? സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. എന്താ പേര്? വടക്കംപുളി എന്നാണ് എന്റെ ചാനലിന്റെ പേര്. വടക്കംപുളി. പ്രോഗ്രാം കണ്ട ആൾക്കാർ ചാണാപ്പുളി എന്നാണ് പറയാറ്. കമന്റിൽ മാത്രം വരും. അങ്ങനെ അതൊക്കെ നമ്മൾ കമന്റ് ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. ട്രെയിന് പോകും. കാര്യം പറയാൻ നീ പറയാണ്. അപ്പൊ എന്റെ ചാനലിൽ വന്ന ഒരു
ഷോർട്ട് ഫിലിമാണ് KGF. KGF എന്ന് പറയുന്ന സിനിമയില്ലേ? അതായത് 1000 കോടിക്ക് മേളിൽ ഇപ്പം കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന KGF എന്ന് പറഞ്ഞ സിനിമ എന്റെ സദാശിവൻ എടുത്ത ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനെ മോഷ്ടിച്ചെടുത്തോണ്ട് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കണം, അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് ഹൈദരാബാദിൽ പോവുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം സാറേ, എന്റെ കഥ മോഷ്ടിച്ച് 1000 കോടി ക്ലബിൽ കയറിയിട്ട് എടാ സദാനന്ദ ഇതായിരിക്കട്ടെ ഒരു 10 രൂപ ചായ കുടിച്ചോന്നും പറഞ്ഞ് ഇവരെ എനിക്ക് തരാമല്ലോ. അതല്ല എന്റെ ഒരു മാന്യത. തന്നില്ല. തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചേനെ. തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഈ യാത്ര ഒഴിവാക്കി. അല്ല, നിങ്ങളുടെ ഏത് ഷോർട്ട് ഫിലിമാണ്? ജോക്കിഫൈ എന്ന് പറയുന്ന എന്റെ ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിന്റെ അടിച്ചു മാറ്റിയാണോ? അതെ അതെ, എനിക്ക് ജോക്കി എന്ന് പറയുന്ന മറ്റേ ഇതില്ലേ, അത് ഇടാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് ആ കഥയുടെ ഇതിവൃത്തം പോകുന്നത് തന്നെ. ജോക്കി അങ്ങനെയാണ് എനിക്ക് ആ പേര് വന്നത്. ജോക്കി ബായ് ആ ക്ലിപ്പ് കാണിച്ചു. സമയം ട്രെയിനിൽ പോകും. ട്രെയിൻ പോകും. ഞാൻ അതിന്റെ ട്രെയിലർ കാണിച്ചു തരാം. Violence, violence, violence. I don't like it. I avoid. അടിച്ചു തകർക്കും. ഈ സാധനം എടുത്തോണ്ട് പോയി. അപ്പൊ വിഷമം കാണൂലേ? വിഷമമല്ലേ സാറേ? ഇത് കൊലച്ചതിയല്ലേ സാറേ ചെയ്തത്? ഇത് നിങ്ങളുടെ ഷോർട്ട് ഫിലിമാണോ? പിന്നെ എന്ത് ഷോർട്ട് ഫിലിം? ഇതിന്റെ അകത്തുനിന്ന് KGF ഇത് ചോദിക്കണം കേട്ടോ. അത് ഇത് ഞാൻ ചോദിക്കും. ചോദിച്ചോ. പിന്നെ വേറൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. RRR. ആ ചേട്ടനെ 6 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു 6 കൂടെ അങ്ങ് ചേർത്തു. അല്ല സെയിം അടിക്കും. എന്താന്നറിയോ, അതിൽ ആ സിനിമയിൽ ഒരു അടിപൊളി ഒരു സീനില്ലേ, ജൂനിയർ NTR ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുലി ഇങ്ങനെ വായി ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒരു സീൻ ഇല്ലേ? അത് ആരുടെ കഥയാ? രാജമൗലി എവിടുന്നാ മോട്ടിച്ചത്? എന്റെ ചേട്ടന്റെ യൂട്യൂബ് ഇതായിരുന്നു ഒരു ഹിറ്റ്, നമ്മുടെ പുലി വരുന്ന പുലി എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തായിരുന്നു. അതിലെ സീനാണ് ഈ RRനകത്ത് ഈ റെഡി അടിച്ചു മാറ്റിയത്. കാണാൻ പറ്റുമോ? ഒന്ന് കാണിച്ചു കൊടുക്കുക. കാണുമ്പോ അത് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളിതൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് തന്നെയാണ്. ഞാൻ എന്തോ പറയാനട, ഇനി ഞാൻ എന്ത് പറയണം? അളിയ എനിക്ക് ഇപ്പോഴും വിശ്വാസമായി. അളിയ കളത്തിന് വാളിയാ. പിന്നെ ഇതുകൊണ്ട് ചെന്ന് നമുക്ക് നമ്മളെ കാശ് വാങ്ങണം. ഒന്നും വേണ്ട, ഒരു 100 കോടി കിട്ടിയാൽ മതി ഞങ്ങക്ക്. മതി, അത്രയും മതി ഞങ്ങക്ക്. വേറെ ഒട്ടും കൂടുതൽ വേണ്ട. അപ്പോഴേ ഇതിനുവേണ്ടി മുടക്കിയ 8000 രൂപ തിരിച്ചു തരണം. അത് തരും. നിനക്ക് 8000-ന് 10,000 രൂപ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് 2000 തിരിച്ചു തന്നാ മതി. അതിന് ചുമ്മാ ഇരിക്കട്ടെ, ഒരു സന്തോഷം. നിനക്കൊരു സന്തോഷമായില്ലേ? അതാണ് എന്റെ സന്തോഷം. അത് മാത്രല്ലെന്ന് വേറൊരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, പുഷ്പ. നിങ്ങളൊക്കെ വിചാരിക്കും ഇത് ഞാൻ പറയും. എന്റെ ചേട്ടനെ പറ്റി ഞാൻ പറയും. നിങ്ങളൊക്കെ വിചാരിക്കും അല്ലു അർജുൻ ഭയങ്കര വലിയ ഡാൻസറാണ്. അല്ല ഡാൻസ് അല്ല. എന്റെ ചേട്ടൻ പിച്ചക്കാരൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ആ അഭിനയം അല്ലു അർജുൻ ഡാൻസ് ആക്കി. അതായത് ഇതാണ് ഏറ്റവും വലിയൊരു തിരിമറി എന്ന് പറയുന്നത്. ഒരാളുടെ അഭിനയ മുഹൂർത്തത്തിനെ അത് ഡാൻസ് ആക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്ന അവരുടെ ട്രിക്ക് അത്രയും ചതിയാണ് ഞാൻ കണ്ടുപിടിക്കില്ലെന്നാണ് ഇവര് വിചാരിച്ചത്. എങ്ങനെയാ കാണിച്ചു തരാം. ഞാൻ പറയുന്നില്ല. ഇത് കേസ് കൊടുക്കണം. മാന്യമായിട്ട് നഷ്ടപരിഹാരം വാങ്ങിക്കണം. വേണ്ട, ഇത് വല്ലാത്തൊരു അഭിനയ മുഹൂർത്തമായി പോയി. അതെ അതെടുത്തിട്ട് അങ്ങനെ ചെയ്തത് ഡാൻസ് ആക്കി നമുക്ക് കണ്ണു നിറയുന്നു. കണ്ണു നിറഞ്ഞു പോകുന്നത് മാറ്റിയടിച്ചു കളയും. അതെ, വേറെ കാര്യം പറയാം. വളരെ ക്രൂരമാണിത്. ക്രൂരമാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. നഷ്ടപരിഹാരം വാങ്ങിക്കാം. അല്ല, ഇനി ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. വെറുതെ അവരിപ്പോ പടം ഇറങ്ങിയ 1000 കോടിക്ക് മേളിലായില്ലേ? പൈസ ഒക്കെ കിട്ടി. നിങ്ങൾ ഇനിയിപ്പോ ഇവിടുന്ന് തെലുങ്ക് പഠിച്ച് അവിടെ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് തിരിച്ചു 10 പൈസ കിട്ടാൻ പോണില്ല. പിന്നെ നിങ്ങൾക്കെതിരായിട്ട് വെറുതെ അവര് മാനനഷ്ടത്തിന് കേസ് പോയില്ലേ? ഞാൻ പറഞ്ഞത് പോയതിനെ കുറിച്ചിട്ട് ഇനി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, അത് മറന്നേക്ക്. നഷ്ടപ്പെട്ടത് അല്ല, എന്റെ അഭിപ്രായം അവർ നാണം കെടണം. നിങ്ങൾ പോയി ചോദിക്കണം തന്നെയാ. അല്ല വിട്ടേക്ക്, ചോദിക്കണം. അവരെ ചമ്മി ഈ സീക്വൻസ് ഇട്ട് കാണിച്ചിട്ട് ഈ 2 എണ്ണം ഉണ്ടല്ലോ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ യൂട്യൂബ് ചാനലിലെ ആ 3 കട്ട് ഇട്ട് കാണിച്ചിട്ട് അവര് ലജ്ജ കൊണ്ട് തല കുനിച്ചു പോകണം. നാണം കെട്ട് അവര്
സങ്കടപ്പെടണം, അവർക്ക് ഉള്ളുകൊണ്ട് വിഷമം തോന്നണം ഇങ്ങനത്തെ ഒരു കലാകാരന്റെ മോഷ്ടിച്ചതിന്. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങള് 3 പേരുണ്ട്. ഇതിൽ മെജോറിറ്റി എന്ന് പറയുന്ന അഭിപ്രായത്തിനാണ് വാല്യൂ. അതൊക്കെ അതെ, അത് പിന്നെ പോട്ടെ. അപ്പൊ അത് ഞങ്ങൾ ഞാനിപ്പോ ശ്വേതയും പറയുന്നത് അതും പറഞ്ഞിട്ട് പോട്ടെ. ശ്വേതക്കാണെങ്കിൽ തെലുങ്കായിട്ടൊക്കെ നല്ല ബന്ധം. അതാണ് തെലുങ്ക് സിനിമയിലൊക്കെ അഭിനയിച്ചു. എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഭാഷയൊക്കെ അറിയുന്ന ആളാണ്. അപ്പൊ പിന്നെ നമ്മളിനി പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതിനെ പറ്റി ഇനി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. പോയത് പോട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. അങ്ങനെ സമാധാനിക്കാതല്ല. അങ്ങനെ സമ്മാനിച്ചു വിട്ടേക്ക്. സാറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. 8,000 രൂപ പോയിരിക്കുകയാണ്. പോയിട്ട് വിചാരിച്ചു അങ്ങനെ സമാധാനിക്കാതെ അവര് പറയുന്നത് കേൾക്കും സാർ, എന്നെ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കാതെ. കാശ് കൊടുക്കുക എന്റെ 8,000 രൂപ. അത് പോയതായിട്ട് അങ്ങ് സമാധാനിക്കുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കേട്ടെന്നാ ശരി ശരി ശരി. മറ്റേ സാധനം എടുത്തടി. ഏത് സാധനം? മറ്റേ എന്ത്? എടുത്ത് അയ്യ, അത് നമുക്ക് അവിടെ ഈ സാധനം അറിയാവോ? ഇത് ശ്വേതയുടെ മോതിരം. ഇതാ ഇവിടെ തയ്ക്കാൻ വരാൻ വന്നില്ലേ? നിങ്ങൾ ഇനി ഹൈദരാബാദ് അല്ല, നേരെ പോലീസ് സ്റ്റേഷനാ പോകാൻ പോണത്. കണ്ടാ കള്ളന്മാര്. അല്ല, ഇത് എപ്പോ പിടിച്ചു ഈ കൈ? ഇത് എപ്പോഴും അറിയാതെ ഇങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ ചെന്നപ്പോ അറിയാതെ കൈ കുരുങ്ങിയതാണെന്നാണ് അവള് പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല. അത് തിരിച്ചു കൊടുത്ത കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പോയത് പോയി, ഇനി അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കണ്ട, സമാധാനിക്കുക. പോയതായിട്ട് അങ്ങ് സമാധാനിച്ചോളൂ കേട്ടോ. വണ്ടിക്കൂലിക്കെങ്കിലും ഇരിക്കട്ടെ. അപ്പൊ അത് പോയതായിട്ട് സമാധാനിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ നിന്ന് കിട്ടിയതാ. അത് ഞങ്ങൾക്ക് സമാധാനക്കേടിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.